മണി എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ? എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമോ നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മേക്കൾക്ക് ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? വേണ്ട, കളിച്ചാൻ പോണോ? പോണം. ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ശരിക്കില്ല. നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക. ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോ ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ, ദേ അവൻ. എന്റെ കഴുത്തിന് പിടിച്ചല്ലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ആരാന്ന് ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്നു കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച്. ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, അർത്ഥമില്ല. അതെ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങോട്ട് മാറുക. നിൽക്കുക. വല്യമ്മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യമ്മാമേ. വല്യമ്മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യമ്മാമ, സ്നേഹമുള്ള വല്യമ്മാമ. 5 വയസ്സുള്ളപ്പോ കേട്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ രക്തബന്ധം എന്ന് പറയുന്നത്. വീരേന്ദ്രനോ? അതെ. ഏത്? ദില്ലിയിലെ? അത് തന്നെ, പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ വരാഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹിതനാ മണി. മണിയും ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കാളവണ്ടി. കാളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമ, അവിടെ അവന് ജോലി. ഓ, കാലാബണ്ടി കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ടട്ടോ, മോന്തക്കിട്ട് തല്ലാനിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഇങ്ങടൊക്കെ വരാൻ? അത് പിന്നെ അമ്മ പറഞ്ഞട്ടാ. ഇപ്പോ 10-20 വർഷമായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 23.
148 കർക്കിടകം 15 അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത്. എത്ര വട്ടം കത്തയച്ചു, ആളെ അയച്ചു, അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ. എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? എന്നോടൊന്നും വിളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ? പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങോട്ട് തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവില് ജയിലിൽ കിടന്നതും. അയ്യോ, അതൊക്കെ വെറുതെ ആരാണ്ട് പറഞ്ഞിട്ടാക്കിയതാണ്ടാ. ആ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കയറിയിട്ടില്ല. ദില്ലി വാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ ഈ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട് ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഭാഗ്യം. കണ്ണടയും മുമ്പ് ഇയാളെ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ലാന്നുണ്ടോ? എനിക്കറിയില്ല. തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്ക് അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. അതിശയം തന്നെ. പല മാറ്റങ്ങളും കാണുന്നുണ്ട്. മായ ഇവിടെ കാല് കുത്തിയ പിന്നെ എല്ലാം ഒന്ന് ശരിയായി വരും പോലെ. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ. പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ. ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ തിരുവട്ടാറിലെ അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മൾ ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ? കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ? ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ച അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട. ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ, എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. പക്ഷെ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെയും നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ, നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ. വേണ്ട പോലെ എല്ലാരെയും അറിയിച്ചോളാം. എഴുതി കൊടുത്തേക്കൂ. ഫോളോ മീ. ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല. ഇവൻ എവിടെ അവൻ? ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം. അപ്പോ 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 ഒന്ന് വേഗം വലിച്ചു കെട്ടണം. അപ്പോന് ഫോൺ ഇന്ന് താമസം. ഒന്ന് പിടികിട്ടതേ ഉള്ളൂ, അപ്പോഴേക്കും താഴെ പോകും. ആളടിയില്ലേ? ഹലോ, ആരാ? എന്താണ് നീ വിളിച്ചത്? അയ്യോ സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടി കിടന്നവളോട് പറഞ്ഞതാ. അടി കിടന്നോ? എന്താണ് അവിടെ ഒരു ബഹളം? അത് ഞാൻ ഏണിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്നാ, പകരം ഞാനാണ് മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ. ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ഛയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ. അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, ഇവിടുന്ന് റെഡി ആവുന്നത്. അയ്യേ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? ഈ +2 ഇത്രയും പേര് ദോഷം ഉണ്ടാക്കിയേ. ഒരു കാര്യം മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ +2 കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, CS-ന് എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി. ഇനിയിപ്പോ +3 കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ 3 വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം. അതാണ് +3. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടക്കി ഇരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോകത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിന് എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ടുനാട് ഇറക്കുമ്പോ അതിലെ ഒരു വഴി മോളി വേണം നമുക്ക്.
വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ അവറാച്ച? കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച, അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റൈഡുകളൊക്കെ ട്യൂപ്പിലായിട്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴയിൽ നിന്നൊരു കക്ഷി വരും, കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരം സംസാരിച്ച് തീരുമാനിക്കും. ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ വറാച്ച. അവര് വന്നോ? വന്നെന്നല്ല, CS പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാർ പുറകെ വരുന്നുണ്ടെന്ന്. എടാ, ഈ ഗുണശേഖരൻ ഉടനെയൊന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാർ ഇപ്പൊ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിൽ അകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ? വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന്. അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ? കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്ന പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറങ്ങുന്നാ തോന്നുന്നത്. എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറിന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്. അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനാ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കളിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ. എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു തോന്നുന്നു. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളെ കണ്ടാൽ മോശം. കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടല്ലോ. മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചുട്ടാ. ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുകളെന്നാ തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. അത് മൂന്നാറിൽ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാൽ മതി. മൂന്നാറ് എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? അതെ. ഓന് വിശക്കുണ്ടായിരിക്കും പാവം. വിശക്കും. നമ്മളെ ലോകം മുഴുവൻ കറക്കിയ സാധനമാണ് നാശം. എന്റെ പൊന്നു ഹാജരെ, തന്റെ ഉദ്ദേശം എന്താ? ഇത് വല്ലോന്റെ കുട്ടിയാ. പോലീസ് പിടിച്ച നമ്മുടെ പേരിൽ കിഡ്നാപ്പിങ്ങിന് ചാർജ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്ത് വന്നാലും നമ്മള് സഹിച്ച്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, പൊയ്ക്കോളി. പിന്നൊരു കാര്യം, ഓരോ വിശക്കനുണ്ട്, എന്തെങ്കിലും വാങ്ങിക്കാനുള്ള ഏർപ്പാട് നോക്കി. ശങ്കരൻകുട്ടി, ആചാര്യ പറഞ്ഞിട്ടില്ലേ, കോംപ്ലാൻ വാങ്ങിച്ചൂട്. കോംപ്ലാൻ പോയിട്ട് തഴിച്ച് വളരട്ടെ. കോംപ്ലാനും കംപ്ലൈന്റും ഒന്നും കിട്ടൂല. വല്ല കട്ടൻ കാപ്പിയെങ്കിലും കിട്ടോ നോക്കട്ടെ. നീ പോയാലേ കംപ്ലൈന്റ് ആവും. ലുട്ടാപ്പി, മോന് എന്തോ വേണ്ട? പാല് വേണോ? ഇപ്പൊ കൊണ്ടുവരും കേട്ടോ. പോലീസ് കൊച്ചിനെ മാറ്റി. ഇതിനൊന്ന് പിടിക്ക്. എന്തിനാത്? ഒരു ഗസ്റ്റ് ഉണ്ട്. ആര്? പോലീസ്. അയ്യോ, പോലീസ്. എന്താ അവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരുന്നോണ്ടാ സാർ. ഒന്നുമില്ല സാർ, കാറ്റോളാൻ അല്ലേ? അപ്പുറത്തെ ബെഞ്ചുകളൊക്കെ ഫില്ല, ഈ ലവേഴ്സ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാറ്റ് കൊള്ളാനോ? കാറ്റ് മാത്രമല്ല, കുറച്ച് റെസ്റ്റ് കൂടെ ഉദ്ദേശിച്ച്. എന്താണ് നിന്റെ പേര്? ചോദിച്ചിട്ടില്ലേ? ഉണ്ണിത്താൻ. തന്റെയോ? മാത്തപ്പൻ.
ഇവിടെ എങ്ങനെ ഒരു കുട്ടിയെ കണ്ടോ? അല്ലോ, കുട്ടി കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാണ് ഇപ്പൊ പോയതേ ഉള്ളൂ. എവിടെ പോയി? പാല് വാങ്ങിക്കാൻ. താൻ ഏത് കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്? ശങ്കരൻകുട്ടിയുടെ. 7 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ചോദിച്ചത്. അല്ലാണ് പടത്തോലാണ് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെയുള്ള കുട്ടിക്ക് 10-21 വയസ്സുണ്ട്. എന്താണോ? എന്താണെന്ന്? സാറേ, ഇത് മെന്റല ഞങ്ങള് കാവല ഇത്തിരി കൂടുതല. കണ്ട എന്താണോ? സാർ, മെന്റൽ കൂടിയതാ. മെന്റൽ കൂടുമ്പോ വയലന്റ് ആവും. വയലന്റ് ആവുമ്പോ നമ്മൾ സൈലന്റ് ആയാൽ മതി. മൊത്തത്തിൽ പുകയാണ് സാറേ, അവന്റെ ബാപ്പ തീ വീണാണ് മയ്യത്തായെന്നാ. ബാപ്പയുടെ ബാപ്പയാതെ. എന്നാ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് പോടോ. ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആംബുലൻസോ? 10 കേസിലും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നേ. എടുത്തിട്ട് പോടോ. അദ്ദേഹം സ്ട്രിക്റ്റാ. ഇവിടെ എന്താ ഒരു പൊരിച്ച കോഴിയുടെ മണം? അത് പിന്നെ കുടല് കരിയുന്ന മണം സാർ. വിശന്നിട്ട് കുടല് കരിയുന്ന മണം. സാറേ, മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? മിണ്ടാതെ വാടോ. നോക്കി നിൽക്കാതെ കെടുത്തി. അല്ല, പകയെ നോക്കി നിൽക്കാതെ ചവിട്ടി കെടുത്തി. കുട്ടി, ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ. നമുക്ക് പല്ലവി നോക്കാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഇത്തിരി പഞ്ചസാര ഉണ്ടോ ഒരു സ്വീറ്റ് ആകാൻ? പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കുന്നു. എന്ത് കഷ്ടം. വന്നേ. ഒന്നുകൂടി വന്നേ. അതെന്താ ഇത് കൊളാണല്ലോ. അതേ തറവാട്ടോ കൊളാ. എന്താ കുളിക്കണോ? ഈ കൊളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊള്ളാണല്ലോന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടുകയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയ പോരെ? സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ജൂലിയറെ, അതെ ജൂലിയറെ, നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയർ? അതന്നെ. MD ഇല്ലേ? ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം. കാണണമെങ്കിൽ കാണണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വാട്ട് എ സർപ്രൈസ്. എന്താ കാര്യം?
അത് MD-യോട് പേഴ്സണൽ ആയിട്ട് പറയാനുള്ളതാ. അല്ല, കുട്ടിയുടെ പേഴ്സണൽ വല്ല കാര്യമാണെങ്കിൽ ഈ വളപ്പൊട്ട് പരമനോട് പറഞ്ഞാൽ മതി, ഞാൻ സോൾവ് ചെയ്ത് തരാം. പ്യൂൺ, യെസ്, ആരാ അവിടെ? ഇത് വൺ മോർ മിസ്റ്റർ ഓൺലി വൺ ലേഡീസ്. മൈ നെയിം ഈസ് കറക്റ്റ്. ആ ഹെഡ് ഓഫീസിന്റെ കൺസൈൻമെന്റ് ഫയലിംഗ് എടുത്തോണ്ട് വരൂ. ആ ഇപ്പൊ കൊണ്ടുവരാം, അവിടെ ഇരുന്നോ. എല്ലാ ഫയലുകളും ഞാൻ തന്നെ നോക്കണേ. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, സാക്ഷരത നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ആ വൺ മോർ തിങ്, യു ഗെറ്റ് വൺ ഹോട്ട് ടീ ഫോർ മീ. എന്താ പറഞ്ഞേ? സോറി, ഞാൻ ഓർത്തില്ല. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, ഒരു ചൂട് ചായ വാങ്ങിച്ചോണ്ടോ. അതിന് ഞാൻ തന്നെ പോണേ, നല്ല ചായ നോക്കി മേടിക്കാൻ അറിയില്ല. സോറി. കുട്ടി ഇരിക്കൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ, ഇരിക്കൂ. താങ്ക് യു സാർ. ടെൽ മീ, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഐ എം വിനീത. ഞാനൊരു ജേർണലിസം സ്റ്റുഡന്റാ. പ്രൊഫസർ നാരായണൻകുട്ടിയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അദ്ദേഹം എന്റെയും കൂടി ഗുരുവാണ്. സാറ് പറഞ്ഞു എക്സാമിന്റെ ഭാഗമായിട്ട് എനിക്കൊരു തീസി സബ്മിറ്റ് ചെയ്യാനുണ്ട്. വിഷയം ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി. അതിനുവേണ്ടിയുള്ള ഫീൽഡ് വർക്കിനാ ഞാൻ വന്നത്. എനിക്കൊരു ഇന്റർവ്യൂ തരണം. പിന്നെന്താ, ചോദിച്ചോളൂ. ഈ സ്ഥാപനത്തിന്റെ ഉടമ എന്ന നിലയിൽ ഇവിടുത്തെ ബിസിനസിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഐ യു ഹാപ്പി? ചരക്ക് വന്നോ? മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? ചരക്ക് വന്ന തരാന്നല്ലേ പറഞ്ഞത്? മുട്ടി നോക്ക്, ചെലപ്പോ കിട്ടും ചേർത്ത്. അപ്പൊ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. മുതലാളിയുടെ ഒരു വേഷം കണ്ടില്ലേ, പാടത്ത് കോലം കുത്തിയ പോലെ. ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണ്. കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള സാധനങ്ങള് പലപ്പോഴും ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ കഴിയാറില്ല. സാധനങ്ങൾക്ക് ഓർഡർ തരാൻ വന്ന ഏതോ കസ്റ്റമറാണ് പൂർ ഫെല്ലോ. ഇവിടെ സാധനം സ്റ്റോക്ക് ഇല്ല. ഇരിക്കട്ടോ. ഓക്കെ സാർ. ഞാനിപ്പോ വരാം. ചേട്ടാ, ഞാൻ കാശ് അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനിരിക്കില്ല. ഞാൻ നേരിട്ട് വന്നിരിക്കല്ലേ, കൈ തന്നാ മതി. ചേട്ടൻ ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. ആ കാശ് ഞാൻ വേറെ കടക്കാൻ ഇപ്പൊ കൊടുത്തയച്ചോളൂ. അയാൾ ബസ് സ്റ്റോപ്പിൽ എത്തിക്കാനും. കോയമ്പത്തൂരിന്ന് ചരക്ക് വന്ന അവിടെ മുഴുവൻ കാശും തരാമെന്ന് പറഞ്ഞിട്ട്. അത് ചേട്ടൻ തെറ്റി കേട്ടതാ. ഞാൻ കോയമ്പത്തൂരേക്ക് ചരക്ക് അയച്ചാൽ അവിടുന്ന് കാശ് വരും, അതിൽ നിന്ന് ഞാൻ ചേട്ടൻ എടുത്തു തരാമെന്ന് പറഞ്ഞത്. മതി, കുറെ കാലമായി ന്യായം പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഇപ്പൊ കിട്ടണം കാശ്. അല്ല, ആരാ അത്? അത് അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ എന്താ ഇടപാട്? അത് പിന്നെ യുവത്വത്തിന്റെ പ്രശ്നങ്ങള്. എന്താ ഇടപാടെന്ന്? ആ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ലേ എനിക്ക് കുവൈറ്റിൽ നിന്ന് കുറെ കാശ് കിട്ടാനുണ്ടെന്ന്. അത് ആ കുട്ടി വഴിയാ കിട്ടാൻ പോണേ. മനസ്സിലായില്ലേ? ഇല്ല. ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോണേ. മമത കുൽക്കർണി, കുവൈറ്റിലുള്ള കുൽക്കർണി സാറിന്റെ ഏക മോള. എത്രയാണെന്നറിയോ സ്ത്രീധനമായിട്ട് കിട്ടാൻ പോണേ? 50 ലക്ഷം രൂപ. ഇത്രയും വലിയൊരു തുക സ്ത്രീധനമായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും. മൂകയും ബധിരയുമാണ് ചേട്ടാ ആ കുട്ടി. ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗമാണ്. അറവുശാലയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അറവുമാണ് ഞാൻ. മമത കുൽക്കർണി അല്ല, മാധുരി ദീക്ഷിത്തും അല്ല. അത്ഭുതം! സംസാരശേഷി തിരിച്ചു കിട്ടി. നാളെ നേരം വെളുക്കും മുമ്പ് കംപ്ലീറ്റ് സാധനങ്ങൾ വാരി വെളിയിലിട്ട് വാതിൽ പൂട്ടി താക്കോൽ എന്റെ വീട്ടിലെത്തിക്കണം. മാഡം, ഇന്ത്യൻ യുവത്വത്തിന്റെ ഭാവി തീരെ ശോഭനമല്ല. ഇന്ത്യൻ യുവത്വത്തിന് ഒരു ചായ കുടിക്കാം. പിന്നെന്താ, കുടിക്കാലോ. ഒരെണ്ണം കിട്ടിയല്ലേ? എനിക്ക് ഏതായാലും തരാൻ പറ്റില്ല. നന്നായി, താങ്ക് യു. പൊന്നാനിന്ന് പുറപ്പെടാൻ താമസ്. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. നീട്ടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ട് കാണിക്കേ. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാന്ന് വിളിക്കടാ. എന്റെ അല്ലോ. സോറി. മെത്രാനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല, കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ? ആ, മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണാ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്.
സിസ്റ്റേഴ്സ് ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. പുതിയാപ്പിള എങ്ങോട്ടാ? ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല അതിൽ കൂടെ കുറച്ച് ലാട്രിനും പാസ് ചെയ്യാം. അപ്പൊ 1-നും 2-നും 3-നും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. പുര നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലുദ്ദീൻ പുയ്യാപ്പിളയുടെ പേരാ. സുലൈമാനി അങ്ങോട്ട് ഒരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? തറയാ? ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? കാണാൻ പറ്റിയില്ലെങ്കിൽ നിക്കാകൊന്ന് കയ്യേറ്റ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല നീ. പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വിരച്ചിലുണ്ടോന്ന് സംശയം. കണ്ടപൂച്ച കൊറേ ആയിങ്ങനെ ഫോളോ ചെയ്യണേ. കമാലത്തിന് ഇവിടെ മെത്രാനെത്തി. മെത്രാന തങ്ങള് പെങ്ങളല്ല തങ്ങള്. ആ ചടങ്ങിന് സമയമായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയി കമാലുദ്ദീൻ. കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ? മത്തായിണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്? അങ്ങനെയൊന്നുമില്ല. രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട. ഒന്ന് വേഗം ആവട്ടെ. അല്ല, ഞാനും സഹായിക്കാം. ഓ വേണ്ട, വെയിലുകൊണ്ട് ശരീരം കറപ്പിക്കണ്ട. കല്യാണത്തിന് കരിവാളിച്ചിരിക്കും. അപ്പൊ അപ്പുവേട്ടനോ? ഞാൻ കൃഷിക്കാരനല്ലേ, വെയിൽ കൊള്ളാതെ പറ്റുവോ? അപ്പുവേട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ. ഞാനും വെയിൽ കൊള്ളും. അതല്ലടി പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും കറുത്തിരുന്നാലേ നമ്മുടെ കൊച്ചും കറുത്തു പോവും. അത് ശരിയാ. കുട്ടി വെളുത്തിരുന്നാലേ സുസ്മിത സെൻ എന്ന് പേരിടാൻ പറ്റൂ. ഓഹോ, അപ്പൊ പേരും തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ സെലക്ട് ചെയ്ത പേരാ. കൊള്ളാവോ? ആ സംഗതി കൊള്ളാം, പക്ഷേ ഇടാൻ പറ്റത്തില്ല. അതെന്താ? അത് ഞാൻ എന്റെ മോക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. ആദ്യം മുട്ടയെന്ന് പിരിയട്ടാ, പല്ലില്ലാത്തവനെ. മതി മതി, എല്ലാം പൊയ്ക്കോ. അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചില്ലേ? നടക്കില്ല മോളെ. മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോനെ എന്താ വിളിക്കാന്നറിയോ? രാജാവിന്റെ മകനെ. രാജാവിന്റെ മകനെ. അതെടാ, രാജാവിന്റെ മകൻ തന്നെയാ. നിന്റെ ഒക്കെ തന്ത. മക്കളെ, നീയൊക്കെ എന്ത് വിചാരിച്ചടാ? എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്? കുട്ടികളോ? ഇതാ കുട്ടികള്, തന്തയ്ക്ക് പറക്കാത്തോമാര്. കളചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല. എന്താ തെറ്റ്? പറഞ്ഞു വരുമ്പോ ചേട്ടൻ ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചാ അതെ. സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖമില്ലാതില്ല. എങ്ങട്ടാ ഇറങ്ങിയേ? ഭിക്ഷാരുടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കോള്? മായയുടെ അപ്പുവിന്റെ ജാതകം നോക്കിക്കണം. എന്തിനാ ഇപ്പൊ ജാതകപ്പൊരുത്തം നോക്കണേ? അല്ലാതെ തന്നെ അവര് തമ്മിൽ നല്ല പൊരുത്തം അല്ലേ? ഈ മാസത്തെ പറ്റി തീർത്തു തരാൻ അച്ഛനോട് പറഞ്ഞേട്ടാ. ഗോപാലേട്ടാ, അമ്മ വരുമ്പോ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. കാശ് ഞാൻ വൈകിട്ട് വരുമ്പോ തരാം. തരാനേ? അതല്ലടാ, നീ എന്തായിരുന്നു രണ്ടു കാലില്? രണ്ടു കാലിലൊക്കെ ഒന്ന് നടന്ന് പഠിക്കട്ടെ എന്റെ ഗോപാലേട്ടാ. അമ്മേ, ഇന്നെന്താ ഷാപ്പ് മുടക്കാണോ? ഏയ് മുടക്കില്ലല്ലോ. പിന്നെന്താ ഇങ്ങനെ വിശ്വരൂപം കാട്ടാണ്ട്? വയ്യാണ്ടായി. ഇപ്പൊ വൈകിട്ട് മാത്രമേ ഉള്ളൂ.
ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ചായക്കട. ചേട്ടന്റെ ഒരു കാര്യം, ഞാൻ ഈ പ്രദേശത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. എന്തിനാ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചാ. ചേട്ടാ ഇവിടെ ഈ പൊറോട്ടക്കൊക്കെ എന്താ വില? പൊറോട്ട 1.5 രൂപ. കേക്കിനോ? കേക്ക് 2. അയ്യോ, ഈ പൊറോട്ടക്കും കേക്കിനും ഒക്കെ എന്താ വില കുറവ്? ഈ മാവിന്റെയും പരിപ്പിന്റെയും ഒന്നും വില കൂടിയത് ചേട്ടൻ അറിഞ്ഞില്ലേ? ചേട്ടൻ നാട്ടുകാരെ നന്നാക്കാൻ നടന്നു, ചേട്ടൻ നന്നാവണ്ടേ? വിലക്കൂട്ട് വിലക്കൂട്ട്. പിന്നെ ചേട്ടോ, ഞാൻ കുറച്ചാള് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോ എന്റെ ഫുഡ് അറേഞ്ച്മെന്റ്സിന്റെ കാര്യം ചേട്ടൻ ഏറ്റെടുത്തോണം. പറ്റുവരോ ബുക്കില് KC കൃഷ്ണൻകുട്ടി നായർ എന്നൊരു പേരൂടെ എഴുതിക്കും. പിന്നെ ആഴ്ച അവസാനം ഓർമ്മിപ്പിച്ച് പറ്റി മേടിച്ചോണം. ഞാനൊരു മറവിക്കാരനാ, അതുകൊണ്ടാ. അപ്പോ ഐശ്വര്യമായിട്ട് ഒരു 3 പൊറോട്ടയും ഒരു കിഴങ്ങേറി എടുത്തോളൂ. എടോ, തന്റെ ഈ ചുറ്റിപ്പറ്റിയിരിപ്പും പത്രവായനും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ താൻ ആളൊരു ചുറ്റിപ്പാണെന്ന്. പോ. നെയ്യപ്പം അടയിരിക്കാം. ഒന്ന് പോടോ, പോ. അതിപ്പോ സാധനങ്ങൾക്കൊക്കെ ഇത്തിരി വില കൂടുതലാണെന്ന് പറഞ്ഞൊരു തെറ്റാണോ? അനീതി എവിടെ കണ്ടാലും ഞാൻ എതിർക്കും. ആരായാലും സത്യം ഞാൻ മുഖത്ത് നോക്കി പറയും. അതിന് എനിക്കൊരു മടിയില്ല. ആ പത്രം തന്നിട്ട് എതിർക്ക്. ഈ രാജ്യത്ത് കൺസ്യൂമർ കോടതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ വിട്ടുതരില്ല. അനീതിയും മർദ്ദനും എനിക്കൊരു പ്രശ്നമല്ല. ഈ രാജ്യത്ത് 1 രൂപ കൊണ്ട് ഒരു കാര്യവും ഇല്ല. ഒരു കാര്യമുണ്ട്, തല വീണാ ജോലി കിട്ടും. അയ്യോ, ഈ പൈസ എവിടെ പോയി ദൈവമേ? ഒരു കുലുക്കം കേൾക്കുന്നുണ്ടല്ലോ, ട്രെയിൻ വരുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്റെ പൈസ ആകെ. അയ്യോ, തല പോയ ജോലി കിട്ടുന്നോ? എന്തൊരു മനുഷ്യൻ! അമ്മച്ചി, ഇതെവിടെ പോയത്? അയ്യോ, ഓടി വരണേ! എന്റെ പൈസ ചേട്ടാ, പൈസ ഇന്ന് പോയാ നാളെ വരും. അയ്യോ, ഓടി വരണേ! തലയ്ക്ക് തീവണ്ടി വെക്കാൻ പോടേ! ഓടി വരണേ! ഇത് മാറി നിൽക്ക് ചേട്ടാ, പിന്നെ ഉണ്ടാക്കാം. എന്തേ പക്കി പ്യാശ്? രാവിലെ മസാലയും കപ്പയും വാങ്ങി തരാന്ന് പറഞ്ഞു പോയ ആളാ, ഇതുവരെ ആളെ കണ്ടില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ നമ്മൾ അടിച്ചു മറ്റേ പേഴ്സിട്ട ബാഗിന്റെ ഉടയക്കാരനില്ലേ, ഒരു അട്ടപ്പാടി. അവൻ ഇന്നലെ ദണ്ണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് 4:45 നിസാമുദ്ദീന് തലവെക്കാനൊരുങ്ങി. പ്യാശ് പിടിച്ചു മാറ്റിക്കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എന്നിട്ട് പ്യാശ് എവിടെ? അവൻ ആ ബാഗുകാരനെ അന്വേഷിച്ച് പോയിരിക്കുക. നമ്മള് കാരണോ ചാകുന്നതെന്ന് വല്ല എഴുത്തോ മറ്റോ എഴുതി വെച്ചിട്ട് ചത്ത നമ്മള് കുടുങ്ങും. ചേട്ടനെ പ്യാശ് വിളിക്കുന്നത്. അവിടെ വാ. എന്താ? എടുത്തേക്ക 2 കൂട്ടർ കടല കൊടുക്ക്. ഇതാർക്കാ? നിങ്ങക്ക് തന്നെ. എന്തിന്? പുട്ടുകടല എന്തിനാന്നാ ഇങ്ങനെ എടുത്തിട്ട്? ഇനി പുട്ട് നിന്നോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയെന്ന് പറയാനാണോ? ഇത്രക്ക് ചിരിക്കാൻ വേണ്ടിയുള്ള തമാശ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തോ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടായി. ആ കുറുമ്പും ആ ദേഷ്യം വരുമ്പോ ചുമക്കുന്ന ആ മീശയും. ചങ്ങാതി, വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. എനിക്ക് വയ്യ. ഈ പൂട്ടാട് കയറ്റിയൻ വിശപ്പുള്ളതുകൊണ്ട് മാത്രം തിന്നുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആദ്യം ഈ പൂട്ടകട് തിന്ന്, എന്നിട്ട് ഞാൻ ആരാ, എന്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടാ. എന്റെ പേരാ പ്യാശ. പ്യാശോ? അതെ, പ്യാശു. ഒരിക്കൽ ഈ കടക്കാരൻ റഹ്മാനിക്ക എന്നോട് ചോദിച്ചു പ്യാശുമോന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, വലിയൊരു പോക്കറ്റ് അടിക്കാരൻ, ചെങ്കോലും കിരീടവും ഒക്കെയുള്ള ഒരു വലിയ പോക്കറ്റ് അടിക്കാരൻ. അടിച്ചാലും അടിച്ചില്ലെങ്കിലും പോലീസിന്റെ ഇടി കൊള്ളുന്നൊരു പാവം പോക്കറ്റ് അടിക്കാരൻ. നിരപരാധിയായ നിങ്ങൾ ഇടി കൊള്ള കണ്ടപ്പോ ഞാൻ എന്റെ അച്ഛൻ ഓർത്തുപോയി, അത്രേ ഉള്ളൂ. പേരെന്താണെന്നാ പറഞ്ഞത്? പ്യാശ്. പ്യാശ്? എന്റെ നല്ല പ്യാര്. ഇവിടെ തന്നോട് ഞാൻ എന്ത് ദ്രോഹാ ചെയ്തത്? അന്നാ SIയുടെ ദേഹത്തേക്ക് എന്നെ തള്ളിയിട്ടു. റെയിൽവേ ട്രാക്കിലൂടെ പൈസ എടുക്കാൻ പോയപ്പോ ചാകാൻ പോവാന്ന് പറഞ്ഞ ആളെ കുട്ടി ഇപ്പൊ 2 കുറ്റി പുട്ടും മേടിച്ച് എന്നിട്ട് മിമിക്രി പറയണോ? പേരെന്താ പറഞ്ഞേ? കൃഷ്ണൻകുട്ടി. രാമൻകുട്ടി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഞാൻ അങ്ങനെ ആർക്കും പുട്ടും കടലും മേടിച്ചു കൊടുക്കുന്ന പണി എനിക്കില്ല. പിന്നെ തന്നോട് എന്തോ ഒരു സ്നേഹം. സത്യത്തിൽ താൻ പോക്കറ്റ് അടിക്കാരനാണോ? പുട്ട് മേടിച്ചെന്ന് വിചാരിച്ച എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയില്ല കേട്ടോ. റിയലി സോറി. പക്കിക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ. പക്കി പേഴ്സ് നിങ്ങളുടെ ബാഗിലാണ് ഇട്ടിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ SIയുടെ മുമ്പിലേക്ക് തള്ളിയിടില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അടിച്ച പേഴ്സ എന്റെ ബാഗിൽ ഇട്ടതല്ലേ? പരമദ്രോഹി. ഇന്ന് ഞാൻ ഭാരം കയറി എനിക്ക് കാവടായിട്ട് ഓർമ്മ വരും.
ഓടിക്കരുത്, തെങ്ങിൽ ഇവിടെ കാലോടിച്ചിരിക്കണ. വരൂ വരൂ, യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇയാളെ മനസ്സിലായോ? ഞാൻ പറയണ്ട പറയണ്ട, മനസ്സിലായിരിക്കുന്നു. പ്രഭാകര ഓർമ്മയല്ലേ? പറഞ്ഞത് ശരിയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രഭാകരവർമ്മയല്ല, അദ്ദേഹത്തിന്റെ മകനാ മോഹനവർമ്മ. വലിയേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യ. അതെ. വരണം വരണം, നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിനും വളരെ നേരത്തെ. ഇരിക്കണ്ട, ഒറ്റ നോട്ടം മതി എനിക്ക് ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ മോനല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ, എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മ ഇങ്ങോട്ട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതകം എടുത്തുകൊണ്ട് പോകുന്നു. എങ്കിൽ പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛാ, അമ്മേ, വരും നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ ആ കുട്ടി. ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്നു തോന്നല്ലോ. കരുനാവ് വളച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വര, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ്, കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ. കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെയായി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണം കൊതിക്കുക. മൂന്ന് ചായ, രണ്ടെണ്ണം ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലെന്ന് തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു നാം. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്ര ആളുകൾ എന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവാ. ആ ചടങ്ങിന് പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ. അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയറ, ഉറങ്ങുന്നതിന് പള്ളി ഉറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി, വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ 10 ഇരട്ടി ആള് വന്നാലും കൊട്ടാരത്തിന് സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. എന്താ? ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തില് യാതെങ്കിലും ഒരു നെത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ? നത്തോലി നിന്റെ അച്ഛൻ. എന്താ? നത്തോലി നിന്റെ തന്ത. എണിച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോടാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എടോന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ.